ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. ഇന്നത്തെ ഗോസ്പല് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് യഹൂദരും യേശുവും തമ്മിലുള്ള അവസാനത്തെ വാക്കുതർക്കമാണ്. യേശുവിനോട് അവർ ചോദിക്കുന്നത്, നീ വരാനിരിക്കുന്ന മിശിഹയാണെങ്കിൽ ഞങ്ങളോട് തുറന്നു പറ. ഇതാണ് അവരുടെ ചോദ്യം. അവർക്ക് യേശുവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല, പക്ഷേ അവർക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണമുണ്ട്, അത് കൊടുക്കാനായിട്ടാണ്. അങ്ങനെ ഒരു ചോദ്യോത്തരം നടക്കുന്നത് എവിടെ വെച്ച് എന്നാണ് സുവിശേഷം ആദ്യമേ ആരംഭിക്കുന്നത്. സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു. അത് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു. അത് പ്രതിഷ്ഠയുടെ തിരുനാൾ ദിവസമാണ്. ഈ പ്രതിഷ്ഠയുടെ തിരുനാൾ ദിവസം യേശു ദേവാലയത്തിലാണ്, സോളമൻ്റെ മണ്ഡപത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. യേശുവിൻ്റെ ഒരു പ്രത്യേകത, ജനനം കൊണ്ട് യേശു യഹൂദനാണ്. ആ യഹൂദനായിരിക്കെ തന്നെ യേശു ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ പങ്കെടുത്തു. ദേവാലയ കാര്യങ്ങൾ ഒരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല. അങ്ങനെ ഒരു ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒരിക്കലും മുടക്കം വരുത്താതെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചു പോയ യേശുവിനെയാണ് നമ്മൾ ഗോസ്പലിൽ കാണുന്നത്. ഒരു പ്രതിഷ്ഠയുടെ തിരുനാൾ ദിവസം ദേവാലയത്തിലായിരിക്കണമെന്നും ദേവാലയ ആരാധനയിലൊക്കെ പങ്കെടുക്കണമെന്നും വളരെ കൃത്യമായിട്ട് യേശുവിനെ അറിയാം. അത് കുഞ്ഞുനാൾ മുതൽ അമ്മ പഠിപ്പിച്ചു കൊടുത്ത പാഠമായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ തിരുനാൾ ദിവസവും യേശു ജെറുസലേം ദേവാലയത്തിലാണ്. ഇങ്ങനെ യേശു ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസരത്തിലാണ് യേശുവിനോട് യഹൂദരുടെ ചോദ്യം, നീ മിശിഹായാണെങ്കിൽ ഞങ്ങളോട് നീ തുറന്ന് പറയണം. യേശു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇത് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് യേശു പറയുന്ന വാക്കുകൾ, ഞാനും പിതാവും ഒന്നാണ്, എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. ഇങ്ങനെ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്രിസ്തു കുറച്ചും കൂടി വ്യക്തമാക്കുന്നത്. നീ മിശിഹായാണോ എന്ന് ചോദിച്ചാൽ അതേ എന്നോ അല്ല എന്നോ യേശു ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ യേശു അങ്ങനെയല്ല. എപ്പോഴൊക്കെ തൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു അപ്പോഴൊക്കെ അവൻ കണക്ട് ചെയ്തത് പിതാവുമായിട്ടാണ്. ഇതാണ് യേശുവിൻ്റെ ഒരു നിലപാട്. അവൻ എവിടെ നിന്നാണ് വന്നതെന്നും അവൻ എന്തായിരിക്കുന്നുവെന്നും യേശുവിന് വളരെ വ്യക്തതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വത്വബോധത്തെ യേശു എപ്പോഴും ഉണർത്തിക്കൊണ്ടേയിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്നൊരു ചിന്ത ദൈവശാസ്ത്രത്തിൽ നിലനിൽക്കുമ്പോൾ ആ ദൈവശാസ്ത്രം ക്രിസ്തുവിൽ നിന്ന് രൂപം കൊണ്ടു എന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ദേവാലയത്തിലായിരുന്ന ക്രിസ്തു അവൻ്റെ മിശിഹ രഹസ്യത്തെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യപ്പെടലിൽ അവൻ പിതാവുമായി തന്നെ കണക്ട് ചെയ്യുകയാണ്. അതായത് ദേവാലയത്തിലായിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ചിന്തയും അയാളുടെ പ്രവൃത്തിയും ഒക്കെ ദൈവവുമായി ബന്ധപ്പെട്ടതായിരിക്കും, സ്വർഗത്തിലെ പിതാവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അങ്ങനെ അല്ലാതെ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ എന്തുകൊണ്ട് പള്ളിയിൽ പോകണമെന്നും എന്തുകൊണ്ട് ദേവാലയ കാര്യങ്ങൾക്ക് കൂടുതൽ ആത്മാർത്ഥത കാണിക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: അങ്ങനെയുള്ളവരുടെ ചിന്തകളൊക്കെ ദൈവിക ചിന്തകളായിരിക്കും. അങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ അത് ഉന്നതങ്ങളിലെ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് മനുഷ്യർക്ക് മനസ്സിലാകണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ നിർബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ പോലും അവർ സംസാരിക്കുന്നത് ദൈവിക കാര്യങ്ങളും ഉന്നതങ്ങളിലെ കാര്യങ്ങളുമായിരിക്കും. അങ്ങനെ ഈ മനുഷ്യരുടെ തലത്തിൽ നിന്നും ഒരുപടി മുകളിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചില മനുഷ്യർ കഴിയുന്നുണ്ടെങ്കിൽ അവരെയാണ് ദൈവവുമായി ചേർന്നിരിക്കുന്ന മനുഷ്യരെന്ന് വിളിക്കുന്നത്. ക്രിസ്തു വളരെ വ്യക്തമായി അവൻ പിതാവുമായി ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം അവൻ്റെ അസ്തിത്വം അടങ്ങിയിരിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിലാണ്. അങ്ങനെ ദേവാലയത്തിലായിരുന്ന ക്രിസ്തുവിന് തൻ്റെ പിതാവിനെക്കുറിച്ചല്ലാതെ മറ്റൊരു കാര്യം പറയാനില്ലല്ലോ. നമ്മൾക്ക് ദേവാലയവുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ദൈവികമാകും, നമ്മളുടെ വാക്കുകൾ ദൈവികമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ. കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ. കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും.
ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. പാപക്കറകൾ നീക്കി ആത്മം ശുദ്ധി ചെയ്തു, മനഃശാന്തിയേകി രോഗസൗഖ്യം തന്നു. എന്നാഥനെന്നേശുവേ, ജീവിക്കും ദൈവത്തിൻ പുത്രനല്ലോ. എൻ ജീവിക്കും ദൈവത്തിൻ പുത്രനല്ലോ. സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിടമേ, സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിടമേ. എന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നിൽ വാസം ചെയ്യും പരിശുദ്ധാത്മാവേ, എൻ ദേഹമല്ലോ നിൻ വാസഗേഹം. ത്രിത്വൈക ചൈതന്യമേ, ജീവിക്കും ദൈവത്തിൻ അരൂപിയെ. എൻ ജീവിക്കും ദൈവത്തിൻ അരൂപിയെ. സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിടമേ, സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിടമേ. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ. കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ. കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും പൂർണ്ണ ആത്മാവോട്